പാകിസ്ഥാനിൽ നിന്ന് ജമ്മു കശ്മീരിലേക്ക് ഡ്രോൺ വഴി ആയുധങ്ങൾ കടത്തിയതായി കണ്ടെത്തൽ. സാംബയിൽ രാജ്യാന്തര അതിർത്തിയിൽ നിന്ന് തോക്കുകളും ഗ്രനേഡും കണ്ടെത്തി. BSFും പോലീസും സംയുക്തമായാണ് ഈ പരിശോധന ഓപ്പറേഷൻ നടത്തിയത്. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, വലിയ രീതിയിലുള്ള ആയുധക്കടത്ത് കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പക്കൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? ഇവിടെ നിന്ന് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാനിരുന്നതാണ്? ദിവ്യ, ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ തെരച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ് 2 പിസ്റ്റളുകൾ, ഗ്രനേഡുകൾ അടക്കമുള്ള വസ്തുക്കൾ ഇന്നലെ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ നിന്നും ജമ്മു കാശ്മീരിലേക്ക് എത്തിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ റിപ്പബ്ലിക് പരേഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ തോതിൽ സുരക്ഷ ഒക്കെയും ഒരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ വലിയ തോതിൽ ഇപ്പോഴും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ജമ്മു കാശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ആഴ്ച ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു ഡ്രോൺ എത്തിയിരുന്നു. പക്ഷേ ആ ഡ്രോണിൽ എന്താണ് കൊണ്ടുവന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഒരു ഡ്രോൺ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഡ്രോൺ അടക്കമുള്ള സാധനങ്ങൾ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ്. ഡ്രോണിന്റെ ഉറവിടം എവിടെ നിന്നാണെന്ന് തിരയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നത്. ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ പരിശോധന നടത്തുകയാണ് BSFും സൈന്യവും ഒക്കെ. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.